ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ക്യാബേജ് തോരൻ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ക്യാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സദ്യക്കൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ക്യാരറ്റൊക്കെ അരിഞ്ഞ് നല്ല രീതിയിലൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഒരു മീഡിയം സൈസ് ക്യാബേജ്, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ സ്ലൈസായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, ചിലവർ കുറച്ച് വലുപ്പം കൂട്ടി അരിയുന്നവരുണ്ട്, പക്ഷെ ചെറുതായിട്ട് അരിയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു മീഡിയം സൈസിലൊക്കെ ചെറിയ രീതിയിൽ തോരൻ അരിയുന്ന രീതിയിൽ നമ്മൾ അരിയുക. എന്നിട്ട് അതിൽ ലേശം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ, കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഉപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഉപ്പൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിന് അരയ്ക്കാനായിട്ടുള്ള അരപ്പെന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ ഗാർലിക്ക്, വെളുത്തുള്ളി ഒരു 2-3 വെളുത്തുള്ളി എടുക്കുക. 2-3 പീസ് വെളുത്തുള്ളി എടുക്കുക. അതിനുശേഷം നമ്മൾ ജീരകവും തേങ്ങയും ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തതായി ഞാനൊരു പാൻ, നമ്മൾ പ്രസ്റ്റീജിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത്, കുറച്ച് മസ്റ്റേർഡ്, നമ്മളെ കടുക് ഇട്ട് 4-5 വറ്റൽമുളക് ഇട്ട് നല്ല രീതിയിൽ കടുക്. ഇവിടെ കറിവേപ്പില കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കറിവേപ്പില ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാബേജ് നല്ല രീതിയിൽ തട്ടിക്കൊടുത്ത് നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ 1-2 വട്ടം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ വരട്ടി കൊടുക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ, അതിൻ്റെ എങ്ങനെയാണ് അടിയിൽ പിടിച്ചിട്ടുണ്ടോ. നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് തോരനൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ പെട്ടെന്ന് വേകുന്ന ഒന്നാണ് ക്യാബേജ്. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് വരട്ടിയെടുക്കുക. അപ്പോൾ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് വയറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തൊക്കെ നല്ലൊരു ക്യാബേജ് തോരനും ഇച്ചിരി ഒരു അച്ചാറൊക്കെ വെച്ച് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനായിട്ട് മറക്കല്ലേ. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ see you in next video. Bye bye.